നമസ്കാരം. നാട്ടുവർത്തമാനം ആരംഭിക്കുന്നു. ആലുവയിൽ അമ്മയുടെ ക്രൂരമർദ്ദനത്തിനിരയായ കുട്ടിയുടെ നില അതീവ ഗുരുതരമായി തുടരുന്നു. ശസ്ത്രക്രിയ നടത്താൻ കഴിഞ്ഞുവെങ്കിലും തലച്ചോറിന്റെ പ്രവർത്തനം ഇനിയും മെച്ചപ്പെട്ടിട്ടില്ല. പ്രതിയായ അമ്മയെ കോടതി 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. കൂടുതൽ വിവരങ്ങളുമായി SS ശരൺ ചേരുന്നു. ശരണ, കുട്ടിയുടെ ആരോഗ്യനിലയുമായി ബന്ധപ്പെട്ട് ആശുപത്രി അധികൃതർ നൽകുന്ന ഏറ്റവും പുതിയ വിശദാംശങ്ങളൊക്കെ എങ്ങനെയാണ്? രഞ്ജിനി, കുട്ടിയുടെ ആരോഗ്യനില എപ്പോഴും ഗുരുതരമായി തുടരുകയാണ്. ഇന്നലെ മെഡിക്കൽ സംഘം രൂപീകരിച്ചിരുന്നു. ആരോഗ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് പ്രത്യേകിച്ച് കുട്ടിക്ക് വിദഗ്ധ ചികിത്സ നൽകാനും ഒപ്പം കുട്ടിയെ നിരീക്ഷിക്കാനുമായി മെഡിക്കൽ സംഘം രൂപീകരിച്ചിരുന്നു. ഈ മെഡിക്കൽ സംഘം രാജഗിരി ആശുപത്രിയിലെത്തി കുട്ടിയെ പരിശോധിക്കുകയും ചെയ്തു. പരിശോധനകൾക്ക് ശേഷം മെഡിക്കൽ സംഘം വ്യക്തമാക്കിയത് കുട്ടിയുടെ ആരോഗ്യനില ഗുരുതരമായി തുടരുന്നു എന്നുള്ള കാര്യമാണ്. അതായത് തലച്ചോറിന്റെ പല ഭാഗങ്ങളിലും രക്തം കട്ടപിടിച്ച നിലയിലാണ്. ഇത് ശസ്ത്രക്രിയയിലൂടെ നീക്കം ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെങ്കിലും തലച്ചോറിന്റെ പ്രവർത്തനം മെച്ചപ്പെട്ടിട്ടില്ല എന്ന് മെഡിക്കൽ സംഘം വ്യക്തമാക്കിയിട്ടുണ്ട്. ഏതായാലും വെന്റിലേറ്റർ സഹായത്തോടു കൂടി തന്നെ തുടർ ചികിത്സ നൽകാനും മെഡിക്കൽ സംഘം തീരുമാനിച്ചിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം മരുന്നുകളോട് കുട്ടി പ്രതികരിക്കുന്നില്ല എന്നുള്ളതാണ്. മരുന്നുകളോട് കുട്ടി പ്രതികരിക്കാത്തോളം കാലം വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കപ്പെടുക. അതുകൊണ്ട് തന്നെ ഇനി ഒരു അത്ഭുതത്തിന് സാധ്യത ഇല്ല എന്ന് മെഡിക്കൽ സംഘം ഇന്നലെ പറഞ്ഞു വെച്ചിരുന്നു. ഏതായാലും ഇന്നും മെഡിക്കൽ സംഘത്തിന്റെ പരിശോധനകൾ ഉണ്ടാകും. അതിനുശേഷം മാത്രമേ നമുക്ക് കൂടുതൽ വിവരങ്ങൾ ലഭ്യമാവുകയുള്ളൂ. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, പ്രതിയായ അമ്മയെ ഇന്നലെ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന്റെ വസതിയിൽ ഹാജരാക്കി 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിരുന്നു. ഇവർക്കെതിരെ നമുക്കറിയാം ശിശു സംരക്ഷണ നിയമവും ഒപ്പം തന്നെ വധശ്രമത്തിനുമാണ് ഇവർക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. ഇവരെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടാനുള്ള അപേക്ഷ നാളെ കോടതിയിൽ പോലീസ് സമർപ്പിക്കും. ശരി ശരൺ. ഹൃദയ ശസ്ത്രക്രിയയ്ക്ക് ശേഷം കൊച്ചിയിലെ അമൃത ആശുപത്രിയിൽ കഴിയുന്ന 18 ദിവസം പ്രായമായ കുഞ്ഞ് 48 മണിക്കൂർ നിരീക്ഷണത്തിൽ തുടരുന്നു. ഇന്നലെ നടന്ന 6 മണിക്കൂർ നീണ്ടുനിന്ന ശസ്ത്രക്രിയ വിജയകരമായിരുന്നു. കുട്ടിയുടെ ഹൃദയത്തിലെ ജന്മനായുള്ള വൈകല്യങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയായിരുന്നു ശസ്ത്രക്രിയ. കുഞ്ഞിന്റെ ആരോഗ്യസ്ഥിതി ഡോക്ടർമാർ നിരന്തരം നിരീക്ഷിക്കും. ചൊവ്വാഴ്ച വൈകിട്ടോടെയാണ് കുഞ്ഞിനെ അമൃത ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. സർക്കാരിന്റെ ഹൃദയം പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് കുഞ്ഞിന്റെ ചികിത്സ. ഹൃദയ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ശ്രീജിത്ത മെഡിക്കൽ സയൻസിൽ പ്രവേശിപ്പിച്ച 5 ദിവസം പ്രായമുള്ള കുട്ടിയെ തിരികെ നാട്ടിലെത്തിച്ചേക്കും. ആരോഗ്യനില തൃപ്തികരമെങ്കിലും ശസ്ത്രക്രിയയ്ക്കായി ബന്ധുക്കൾ തയ്യാറാകാത്തതാണ് കുട്ടിയെ നാട്ടിലേക്ക് തിരികെ എത്തിക്കാൻ കാരണം. സങ്കീർണമായ ശസ്ത്രക്രിയയുടെ ഫലങ്ങൾ 4-5 വയസ്സുവരെ കുട്ടിയെ ബാധിക്കുമെന്നും ഡോക്ടർമാർ വ്യക്തമാക്കിയിരുന്നു. മലപ്പുറം വേങ്ങൂർ സ്വദേശികളായ നജാദും ഇർഫാനിയുമാണ് കുട്ടിയുടെ മാതാപിതാക്കൾ. പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ നിന്നും ബുധനാഴ്ച രാത്രിയാണ് കുട്ടിയെ ശ്രീചിത്രയിൽ എത്തിച്ചത്. കാസർഗോഡ് പെരിയയിൽ കൊല്ലപ്പെട്ട കൃപേഷിന്റെ കുടുംബത്തിന് വീട് എന്ന സ്വപ്നം യാഥാർത്ഥ്യമാകുന്നു. 44 ദിവസം കൊണ്ടാണ് 1000 ചതുരശ്രയടി വിസ്തീർണമുള്ള വീടിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചത്. കല്യോട്ടെത്തിയ ഹൈബി ഇഡൻ MLA-യാണ് കൃപേഷിന്റെ കുടുംബം കഴിയുന്ന ഓലപ്പുര കണ്ട് വീട് നിർമ്മിച്ചു നൽകുമെന്ന് വാഗ്ദാനം ചെയ്തത്. കൃത്യം 44 ദിവസം കൊണ്ട് 1000 ചതുരശ്ര അടി വിസ്തീർണമുള്ള വീടിന്റെ നിർമ്മാണമാണ് പൂർത്തീകരിച്ചത്. നാടിന്റെ ആകെ പിന്തുണയിൽ വീട് യാഥാർത്ഥ്യമാകുമ്പോൾ കൃപേഷ് കൂടെയില്ലെന്ന സങ്കടം ബാക്കിയാണ് കുടുംബത്തിന്. അവൻ്റെ ആഗ്രഹമായിരുന്നു അച്ഛനും മക്കളും വീടും പെങ്ങന്മാരെ നല്ല രീതിയിൽ എൻ്റെ മൂത്തവെല്ലാം മോളെ കല്യാണം എല്ലാവരും കൂടി കഴിച്ചു കൊടുത്തു. അതുമാതിരി രണ്ടാമത്തെ മോള അവൻ്റെ ഇഷ്ടം അവൻ പറഞ്ഞിരുന്നു, അങ്ങനെ ഞാൻ കഴിച്ചു കൊടുക്കും, പിന്നെ ഞങ്ങൾ ആരെയും ബുദ്ധിമുട്ടിക്കില്ല അല്ല പറഞ്ഞിരുന്നു. അപ്പോൾ പറഞ്ഞ എല്ലാ അവൻ്റെ ആഗ്രഹവും സാധിച്ചു കൊടുത്തു. പെങ്ങന്മാർക്കും അച്ഛനമ്മക്കും അവൻ്റെ ജീവൻ കൊടുത്തിട്ടാണ് നമുക്കെല്ലാം ആഗ്രഹിച്ച് തന്നത്. പക്ഷെ അതിൻ്റെ എന്ത് കിട്ടിയാലും നമുക്ക് മക്കളെ പോലെ ആവില്ല. മഴയും വെയിലുമേൽക്കാതെ സ്വസ്ഥമായി അന്തിയുറങ്ങാൻ അടച്ചുറപ്പുള്ള വീടെന്ന കൃപേഷിന്റെ സ്വപ്നമാണ് ഇതോടെ യാഥാർത്ഥ്യമാകുന്നത്. ന്യൂസ് 18 കാസർഗോഡ്. യേശുക്രിസ്തുവിന്റെ പീഡാനുഭവത്തിന്റെയും കുരിശുമരണത്തിന്റെയും ഓർമ്മ പുതുക്കി വിശ്വാസികൾ ഇന്ന് ദുഃഖവെള്ളി ആചരിക്കുന്നു. ത്യാഗസ്മരണയിൽ പള്ളികളിൽ പ്രത്യേക പ്രാർത്ഥനകളും കുരിശിന്റെ വഴിയും നടക്കുകയാണ്. ദാഹിച്ചു വരണ്ട നാവ്, ഉണങ്ങിയ ചുണ്ടുകൾ, കൂടുതൽ വിവരങ്ങളുമായി കുരിശുമല തീർത്ഥാടന കേന്ദ്രമായ മലയാറ്റൂരിൽ നിന്നും വിനീത ചേരുന്നു. വിനീത, കുരിശിന്റെ വഴി എങ്ങനെ പുരോഗമിക്കുന്നു? വലിയൊരു തീർത്ഥാടന തിരക്കാണോ മലയാറ്റൂരിൽ അടക്കം അനുഭവപ്പെടുന്നത്?
രാവിലെയോടുകൂടി തന്നെ വലിയ രീതിയിലുള്ളൊരു തീർത്ഥാടക പ്രവാഹം തന്നെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ചെറിയ കുഞ്ഞുങ്ങളെ പോലും കൊണ്ടാണ് ഇവർ മല ചവിട്ടുന്നതിനായി ഇവിടേക്ക് എത്തിക്കൊണ്ടേയിരിക്കുന്നത്. വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള കേരളത്തിന് പുറത്തു നിന്നുള്ള സ്ഥലങ്ങളിൽ നിന്ന് പോലും തീർത്ഥാടകർ രാവിലെ മുതലേ ഇവിടേക്ക് എത്തിക്കൊണ്ടേയിരിക്കുകയാണ്. ഇവർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും വോളണ്ടിയേഴ്സിന്റെയും അതോടൊപ്പം തന്നെ ഇവിടെ സംഘാടകരുടെയും ഒക്കെ നേതൃത്വത്തിൽ ഒരുക്കിയിട്ടുണ്ട്. ഭക്തജനങ്ങളുടെ ഒരു പ്രവാഹം തന്നെ നമുക്ക് ഇപ്പോഴും കാണാൻ കഴിയുന്നുണ്ട്. വരും മണിക്കൂറുകളിൽ പോലും തിരക്ക് വലിയ രീതിയിൽ കൂടുമെന്നാണ് പറയുന്നത്. ഭക്തർ മർത്തോമ മണ്ഡപത്തിൽ വിശുദ്ധന്റെ തിരുശേഷിപ്പ് വണങ്ങി, ആന കുത്തിയ പള്ളി കണ്ട, അതിനുശേഷം കുരിശുമുടി പള്ളിയിൽ പ്രാർത്ഥിച്ച, പൊൻകുരിശു വണങ്ങി, നേർച്ചകൾ അർപ്പിച്ച, പാതയിൽ പതിഞ്ഞ വിശുദ്ധന്റെ കാൽപാദങ്ങൾ വണങ്ങി വൈകിട്ടോടുകൂടി ആയിരിക്കും മലയിറങ്ങുക. അതിന് മുൻപ് രാവിലെയോടുകൂടി തന്നെ പ്രത്യേക പ്രാർത്ഥനകളൊക്കെ തന്നെ ആരംഭിച്ചിട്ടുണ്ട്. വൈകുന്നേരവും ഇന്ന് ദുഃഖവെള്ളിയോട് അനുബന്ധിച്ച് പ്രത്യേക പ്രാർത്ഥനകൾ ഉണ്ടായിരിക്കും. ഇതിലൊക്കെ പങ്കുചേരുന്നതിന് വേണ്ടി വിവിധ സ്ഥലങ്ങളിൽ നിന്ന് നിരവധി ആളുകളാണ്, നിരവധി തീർത്ഥാടകരാണ് ഇവിടേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നത്. കുരിശു ചുമന്ന പലരും പള്ളികളുടെയും അതോടൊപ്പം തന്നെ പല സംഘടനകളുടെയും ഒക്കെ നേതൃത്വത്തിൽ അവരൊക്കെ ഒന്നിച്ചാണ് ഇത്തരത്തിൽ ഇവിടേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നത്. വർഷങ്ങളായി വരുന്നവരുണ്ട്, ആദ്യമായി ഇന്ന് വരുന്നവരുമുണ്ട്. പലരും ഒരു വിശ്വാസത്തിൻ്റെ ഒക്കെ ഒരു ഭാഗമായിട്ടാണ് വരുന്നത്. വിശുദ്ധ വാരത്തോടനുബന്ധിച്ച പ്രത്യേക പ്രാർത്ഥനകളൊക്കെ തന്നെ പള്ളിയിൽ നടക്കുന്നുണ്ടായിരുന്നു. എങ്കിൽ പോലും ഇന്ന് ദുഃഖവെള്ളിയോടനുബന്ധിച്ച പ്രത്യേകമായി ചില പ്രാർത്ഥനകൾ കൂടിയുണ്ട്. ഇതിൽ പങ്കുചേരുന്നതിന് വേണ്ടി ഏതാണ്ട് രാത്രി മുതലേ തന്നെ മല ചവിട്ടിയാണ് ഓരോ തീർത്ഥാടകരും പള്ളിയിലേക്ക് എത്തിക്കൊണ്ടേയിരിക്കുന്നത്. ഇവർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ നിർദ്ദേശങ്ങളും നൽകുന്നുണ്ട്. കുഞ്ഞുങ്ങളെ എടുത്തുകൊണ്ട് വരുന്നവരുണ്ട്. ഇതിനു വേണ്ടിയിട്ട് ഇത്തരം വരുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ആവശ്യമായിട്ടുള്ള മുൻകരുതലുകളും ഇവർക്ക് എടുക്കേണ്ട നിർദ്ദേശങ്ങളും ഒക്കെയാണ് ഇവിടെ നിന്ന് നൽകിക്കൊണ്ടേ ഇരിക്കുന്നത്. ഇങ്ങനെ വരുന്നവർക്ക് ആവശ്യമുള്ള കുടിവെള്ള സൗകര്യം ഉൾപ്പെടെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. വലിയ രീതിയിലുള്ള ഒരു തീർത്ഥാടകരുടെ ഒരു പ്രവാഹം തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കേരളത്തിന് പുറത്തുനിന്ന് പോലും ആളുകൾ പള്ളിയിലേക്ക് വരുന്നൊരു കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. കുഞ്ഞുങ്ങളുണ്ട്, സ്ത്രീകളുണ്ട്, ഓരോ ബുദ്ധിമുട്ടുകളുണ്ട്. ഇതൊക്കെ മാറ്റി വെച്ചുകൊണ്ട് അവർ പള്ളിയിലേക്ക് കയറുകയാണ്. വരും മണിക്കൂറുകളിൽ പോലും കൂടുതൽ രീതിയിൽ തിരക്ക് വർദ്ധിക്കാനിടയുള്ള ഒരു സാഹചര്യം തന്നെയാണുള്ളത്. വഴിയിലൊക്കെ തന്നെ ഗതാഗത നിയന്ത്രണമുണ്ട്. ഇതൊക്കെ വേണ്ടവിധം നിയന്ത്രിക്കുന്നതിനും വേണ്ടവിധ നിർദ്ദേശങ്ങൾ നൽകുന്നതിനും ഒക്കെ ആവശ്യമായിട്ടുള്ള പോലീസ് അനുഭവത്തിന്റെയും കുരിശുമരണത്തിന്റെയും ഓർമ്മ പുതുക്കി വിശ്വാസികൾ ഇന്ന് ദുഃഖവെള്ളി ആചരിക്കുകയാണ്. ത്യാഗസ്മരണയിൽ പള്ളികളിൽ പ്രത്യേക പ്രാർത്ഥനകളും കുരിശിന്റെ വഴിയും നടക്കുകയാണ്. ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്നും TG സജിത്ത് കൂടി ചേരുന്നു. സജിത്ത്, തിരുവനന്തപുരത്ത് പ്രാർത്ഥനാ ചടങ്ങുകൾക്കൊക്കെ തുടക്കമായോ? എന്താണ് അവിടെ നിന്നുള്ള ഏറ്റവും പുതിയ വിശദാംശങ്ങൾ? രഞ്ജിത്ത്, 7 മണിയോടുകൂടി തിരുവനന്തപുരത്തെ പ്രാർത്ഥനാ ചടങ്ങുകൾക്ക് തുടക്കമായി. കുരിശിന്റെ വഴി നഗരത്തിൽ തന്നെയുള്ള പാളയം കത്തീഡ്രലിൽ നിന്നാണ് ആരംഭിച്ചത്. നഗരം ചുറ്റി വീണ്ടും പള്ളിയിൽ തന്നെ തിരിച്ചെത്തി. ആർച്ച് ബിഷപ്പ് സൂസപാക്യത്തിന്റെ നേതൃത്വത്തിലായിരുന്നു ചടങ്ങുകൾ നടന്നത്. ഇതോടൊരു പുറമെ നഗരത്തിന് പുറത്തുള്ള പല പ്രധാന പള്ളികളിലും കുരിശിന്റെ വഴി നടത്തിയിട്ടുണ്ട്. വെള്ളറട പോലെയുള്ള വളരെ പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രങ്ങളിലും തിരുവനന്തപുരത്ത് കുരിശിന്റെ വഴി നടക്കുന്നുണ്ട്. നിരവധി തീർത്ഥാടകരാണ് ഇവിടങ്ങളിൽ പങ്കെടുക്കുന്നത്. ശരി, മലയാറ്റൂരിൽ നിന്നും വിനീതയും തിരുവനന്തപുരത്ത് നിന്ന് സജിത്തുമാണ് വിശദാംശങ്ങൾ നൽകിയത്. അഭിമന്യ പിതാക്കന്മാരെ, ബഹുമാനപ്പെട്ട വൈദികരെ, പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ്, സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, ഇന്ന് ദുഃഖവെള്ളിയാഴ്ച. ഒരു വശത്ത് യേശുവിൻ്റെ പീഡാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും രക്ഷാകരമായ സ്മരണകളാണ് നമ്മുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നത്. മറുവശത്ത് ചുറ്റും നോക്കുകയാണെങ്കിൽ കേരളം മാത്രമല്ല ഭാരതം മുഴുവനും ഇപ്പോൾ ഒരു തിരഞ്ഞെടുപ്പിൻ്റെ ചൂടിലുമാണ്. കഴിഞ്ഞ ഏതാണ്ട് 1.5 മണിക്കൂറുകളിലായി നാം ഈ പട്ടണത്തിൻ്റെ ഹൃദയഭാഗത്തിലൂടെ പ്രാർത്ഥനാപൂർവം പീഡിതനായ ക്രിസ്തുവിനെ അനുഗമിക്കുകയായിരുന്നു. 4 ചുറ്റും ധാരാളം പോസ്റ്ററുകളും ചുവരെഴുത്തുകളും നാം കാണുകയുണ്ടായി. പല തരത്തിലുള്ള ചിഹ്നങ്ങളാണ്
അവയിലെല്ലാം ചിത്രീകരിച്ചിരിക്കുന്നത്. യേശുക്രിസ്തുവിന്റെ പീഡാനുഭവത്തിന്റെയും കുരിശുമരണത്തിന്റെയും ഓർമ്മോദിക്ക് വിശ്വാസികൾ ഇന്ന് ദുഃഖവെള്ളി ആചരിക്കുന്നു. ത്യാഗസ്മരണയിൽ പള്ളികളിൽ പ്രത്യേക പ്രാർത്ഥനകളും കുരിശിന്റെ വഴിയും നടക്കുകയാണ്. മറ്റു വാർത്തകളിലേക്ക് വരികയാണെങ്കിൽ മേടമാസ വിഷു പൂജകൾക്കായി തുറന്ന ശബരിമല ക്ഷേത്രനട ഇന്ന് അടയ്ക്കും. ഹരിവരാസനം പാടി രാത്രിയാണ് ക്ഷേത്രനട അടയ്ക്കുക. ഇടവമാസ പൂജകൾക്കായി മെയ് മാസം 14-ന് വൈകുന്നേരം 5 മണിക്കാണ് വീണ്ടും നട തുറക്കുക. വിഷുക്കണി ദർശിക്കാനടക്കം വൻ ഭക്തജന തിരക്കായിരുന്നു ഇത്തവണ അനുഭവപ്പെട്ടത്. 10 ദിവസം നട തുറന്നിരുന്നു. ഇനിയുള്ള മാസപൂജകൾക്ക് 5 ദിവസത്തേക്കാണ് നട തുറക്കുക. തിരുവനന്തപുരത്ത് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ആറാട്ട് ഘോഷയാത്രയുമായി ബന്ധപ്പെട്ട് ഇന്ന് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്നുള്ള വിമാനങ്ങളുടെ സമയക്രമത്തിൽ മാറ്റം വരുത്തിയിട്ടുണ്ട്. തിരുവനന്തപുരം ഷാർജ രാത്രി 8:45-നും പകരം 10 മണിക്ക് സർവീസ് നടത്തും. രാത്രി 7:20-ന് പുറപ്പെടേണ്ടിയിരുന്ന തിരുവനന്തപുരം ഡൽഹി, തിരുവനന്തപുരം മുംബൈ വിമാനവും രാത്രി 10-ന് പുറപ്പെടും. നാളെ രാവിലെ 6:20-ന് പുറപ്പെടേണ്ട തിരുവനന്തപുരം ചെന്നൈ വിമാനം 7:45-ന് പുറപ്പെടും. ഇനി നാട്ടുവോട്ട്. പട്ടയം ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ച് തെരഞ്ഞെടുപ്പിൽ വോട്ട് ബഹിഷ്കരിച്ച് പൊന്തൻപുഴ സമരസമിതി പ്രവർത്തകർ കഴിഞ്ഞ 342 ദിവസമായി റാന്നി പ്ലാശ്ശേരി വനംവകുപ്പ് ഓഫീസിന് മുന്നിൽ പൊന്തൻപുഴ സമരസമിതിയുടെ നേതൃത്വത്തിൽ സമരം നടത്തിവരികയാണ്. 1200ഓളം കുടുംബങ്ങളാണ് തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കാൻ ഒരുങ്ങുന്നത്. നിരവധി നിവേദനങ്ങളും പരാതികളുമാണ് പട്ടയം ലഭിക്കാൻ പൊന്തൻപുഴ നിവാസികൾ നൽകിയത്. എന്നാൽ നാളിതുവരെ ഒരു നടപടിയും സർക്കാർ സ്വീകരിച്ചിട്ടില്ല. ഈ സാഹചര്യത്തിലാണ് ഇവർ വോട്ട് ബഹിഷ്കരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. ആദ്യം പട്ടയം പിന്നെ വോട്ട് എന്ന മുദ്രാവാക്യമുയർത്തിയാണ് പൊന്തൻപുഴ നിവാസികൾ പ്ലാശ്ശേരി വനംവകുപ്പ് ഓഫീസിന് മുന്നിൽ കുടിൽ കെട്ടി സമരം നടത്തുന്നത്. നിവേദനങ്ങളുമായി മാറി മാറി വന്ന സർക്കാരുകളുടെ മുന്നിൽ അനേക വർഷങ്ങളായി പോയിക്കൊണ്ടിരിക്കുന്ന കുറേ താമസക്കാരാണ്. അപ്പോൾ ഇന്നുവരെയും മാറി മാറി വന്ന സർക്കാരുകളിൽ നിന്ന് നമുക്ക് അനുകൂലമായുള്ളൊരു പട്ടയ നടപടി ഉണ്ടാകാഞ്ഞതിൻ്റെ പേരിലാണ് ഇപ്രകാരം ഒരു സമരവുമായി ഞങ്ങൾ മുൻപോട്ട് ഇറങ്ങുവാൻ തക്കൊണ്ടേറ്റിരുന്നത്. 1200ഓളം കുടുംബങ്ങളാണ് തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കുന്നത്. പ്രതിഷേധത്തിന്റെ ഭാഗമായി പ്രദേശത്തെ ഓരോ വീടുകൾക്ക് മുന്നിലും സമരസമിതിയുടെ പോസ്റ്റർ പതിപ്പിച്ചു. തങ്ങളുടെ ആവശ്യങ്ങൾ പരിഗണിക്കാത്ത ഒരു മുന്നണിക്കും ഇക്കുറി വോട്ട് നൽകില്ലെന്നതാണ് പൊന്തൻപുഴ നിവാസികളുടെ തീരുമാനം. ഇലക്ഷന് മുമ്പ് വോട്ടിൻ്റെ കാര്യത്തിൽ ഏതെങ്കിലും മന്ത്രിമാരോ ആരെങ്കിലും വന്ന് പറഞ്ഞൊരു ഉറപ്പ് പറയാതെ ഞങ്ങൾ വോട്ടിന് പോവുകയല്ല. വോട്ടിൻ്റെ കാര്യം ഞങ്ങൾ ഭാഗത്ത് പോലും മിണ്ടുകയല്ല. നിലവിൽ റാന്നി, മല്ലപ്പള്ളി, കാഞ്ഞിരപ്പള്ളി തുടങ്ങിയ താലൂക്കിൽ ഉൾപ്പെട്ട കുടുംബങ്ങൾക്കാണ് പട്ടയം ലഭിക്കാത്തത്. പട്ടയം ലഭിക്കുന്നതുവരെ വോട്ട് ബഹിഷ്കരണത്തിലൂടെ സമരം ശക്തമാക്കാനാണ് സമരസമിതിയുടെ തീരുമാനം. ന്യൂസ് 18 റാന്നി. ഹരിതചട്ടങ്ങൾ പാലിച്ചു നടത്തുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണാർത്ഥം പത്തനംതിട്ട കളക്ടറേറ്റിൽ സംഘടിപ്പിച്ച ചിത്രരചനാ മത്സരം ശ്രദ്ധേയമായി. ജില്ലാ ഭരണകൂടത്തിന്റെയും സ്വീപിന്റെയും ശുചിത്വ മിഷന്റെയും നേതൃത്വത്തിലാണ് മത്സരങ്ങൾ സംഘടിപ്പിച്ചത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണാർത്ഥം പത്തനംതിട്ട കളക്ടറേറ്റിൽ സംഘടിപ്പിച്ച ചിത്രരചനാ മത്സരം ആവേശമായി മാറി. കളക്ടറേറ്റിന്റെ ചുവരുകളിൽ പതിപ്പിച്ച ക്യാൻവാസുകളിൽ മത്സരാർത്ഥികൾ വർണ്ണവിസ്മയം തീർത്തു. ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികളടക്കം 10 ടീമുകളാണ് ചിത്രരചനാ മത്സരത്തിൽ പങ്കെടുത്തത്. തെരഞ്ഞെടുപ്പിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും പ്രകൃതി സംരക്ഷണത്തെ സംബന്ധിച്ചും ബോധവൽക്കരണം നടത്തുക എന്നതാണ് മത്സരത്തിന്റെ ലക്ഷ്യം. ചിത്രരചനാ മത്സരത്തിന്റെ ഉദ്ഘാടനം ജില്ലാ കളക്ടർ PB നൂ നിർവഹിച്ചു. ന്യൂ വോട്ടേഴ്സ്, യങ് വോട്ടേഴ്സ്, ആ ആളുകളിലേക്ക് ഇലക്ഷൻ തീർച്ചയായിട്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. എല്ലാവരും വോട്ട് ചെയ്യണം എന്നുള്ള ഒരു മെസ്സേജ് എത്തിക്കുക എന്നുള്ളതാണ്. ഒപ്പം തന്നെ ഹരിത ഇലക്ഷൻ ആയതുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ഉപയോഗിക്കുന്ന എല്ലാ വസ്തുക്കളും പ്രകൃതി സൗഹൃദമായിരിക്കുക എന്നുള്ള ഒരു മെസ്സേജ് കൂടിയാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഹരിത തെരഞ്ഞെടുപ്പിന്റെ ആശയങ്ങൾ ഉൾപ്പെടുത്തി ആവിഷ്കരിച്ച ചിത്രങ്ങൾ തെരഞ്ഞെടുപ്പ് കഴിയും വരെ കളക്ടറേറ്റിൽ പ്രദർശിപ്പിക്കും. ജില്ലാ ഭരണകൂടവും ശുചിത്വ മിഷനും സ്വീപും സംയുക്തമായാണ് മത്സരം സംഘടിപ്പിച്ചത്. കാർട്ടൂണിസ്റ്റ് ഷാജി മാത്യു, ആറന്മുള വാസ്തുവിദ്യാ ഗുരുകുലം അധ്യാപകൻ ശ്രീകുട്ടൻ എന്നിവരായിരുന്നു വിധികർത്താക്കൾ. ന്യൂസ് 18 പത്തനംതിട്ട. ഇനി കാർഷിക കേരള. പൊതുപ്രവർത്തനങ്ങൾക്കിടയിലും കാർഷിക വൃത്തിയിൽ 100 മേനി വിളയിച്ച് ശ്രദ്ധേയനാവുകയാണ് ഒരു പഞ്ചായത്ത് അംഗം. കോഴിക്കോട് മണവൂർ ഗ്രാമപഞ്ചായത്ത് അംഗം AP നസ്രത്താണ് തിരക്കുകൾക്കിടയിലും ജൈവ പച്ചക്കറി വിളയിച്ച് ശ്രദ്ധേയനായത്. കൃഷി ചെയ്യാൻ നേരമില്ലെന്ന് പറയുന്നവർക്ക് മാതൃകയാണ് മടവൂരിലെ ഈ പഞ്ചായത്ത് അംഗം. രാംപൂയിൽ അങ്ങാടിയോട് ചേർന്നുള്ള 1/2 ഏക്കർ വയലിൽ ജൈവ പച്ചക്കറി വിളയിച്ച വിജയം കൊയ്യുകയാണ് നസ്തർ എന്ന പൊതുപ്രവർത്തകൻ.
ഒരു തരത്തിലുള്ള തിരക്കുകളും കാർഷിക വൃത്തിക്ക് തടസ്സമല്ലെന്ന് തെളിയിക്കുകയാണ് ഇദ്ദേഹം. മടവൂർ ഗ്രാമപഞ്ചായത്ത് 8ാം വാർഡ് മെമ്പറാണ് നസ്തർ. എല്ലാവരെയും ധാരണ ഇത് ഉണ്ടാവില്ല, ഇത് കൃഷി ചെയ്താൽ നഷ്ടമാണെന്നുള്ള ധാരണയാണ് പലർക്കും ഉള്ളത്. പക്ഷേ ഇതൊരു നഷ്ടവുമില്ല. ഏറ്റവും നല്ല മനസ്സിന് നല്ല സമാധാനം ഉണ്ടാവും. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഓരോ ചെടി വളർന്നു വരുമ്പോൾ അതിൻ്റെ ഒരു സന്തോഷം വല്ലാത്തൊരു സന്തോഷമാണ്. ആ സന്തോഷം പറഞ്ഞറിയിക്കാൻ കഴിയില്ല. കൃഷി ചെയ്യാൻ നമ്മളൊരു സന്ദേശമായിട്ട് ഞങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഈ പച്ചക്കറി കൃഷി നമ്മൾ ചെയ്തത്. വീട്ടുവളപ്പിലും നസ്തർ വിവിധ കൃഷികൾ നടത്തുന്നുണ്ട്. വിഷുവിന് കണിവെള്ളരിയും മറ്റും പച്ചക്കറികളും തേടി നിരവധി പേരാണ് നസ്തറിന്റെ കൃഷിയിടത്തിലെത്തിയത്. കാർഷിക വൃത്തിയുടെ പ്രാധാന്യം പ്രസംഗത്തിൽ മാത്രം ഒതുക്കുന്ന ജനപ്രതിനിധികൾക്കും മാതൃകയാവുകയാണ് നസ്തർ. ന്യൂസ് 18 മടവൂർ. കർഷകരും കാക്കിക്കുള്ളിലുണ്ടെന്ന് തെളിയിക്കുകയാണ് ഒരു കൂട്ടം പോലീസുകാർ. കുറത്തിക്കാട് പോലീസ് സ്റ്റേഷനിലെ ജൈവ പച്ചക്കൃഷി നടത്തി വിജയം കൈവരിച്ചിരിക്കുകയാണ് ഇവിടുത്തെ പോലീസുകാർ. പോലീസ് സ്റ്റേഷനിലെ മെസ്സിലേക്കുള്ള വിഭവങ്ങൾക്ക് വേണ്ടിയാണ് പച്ചക്കറി കൃഷി തുടങ്ങിയത്. തക്കാളി, ചീര, വഴുതന തുടങ്ങി നിരവധി പച്ചക്കറികളാണ് ഇവിടെ കൃഷി ചെയ്തു വരുന്നത്. ശീതകാല വിളയായി കോളിഫ്ലവറിന് പുറമെ വാഴകൃഷിയും ചെയ്യുന്നുണ്ട്. സ്റ്റേഷനു ചുറ്റും തരിശുകിടന്ന 1.5 ഏക്കർ സ്ഥലത്താണ് പച്ചക്കറി കൃഷി. ഒരു പച്ചപ്പ് വേണമെന്നുള്ള തീരുമാനമുണ്ടായി. അന്ന് തന്നെ ഇവിടെ മികച്ച കർഷകർക്കുള്ള അവാർഡ് കിട്ടിയ പോലീസുകാർ, അതായത് ലത്തീഫ്, ബിന്ദുരാജ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെ ഒരു മേൽനോട്ടത്തിൽ ചെറിയ രീതിയിൽ കൃഷി തുടങ്ങി. അപ്പോഴാണിത് ഇങ്ങനെ ഒരു പഞ്ചായത്ത് ഇതൊരു പ്രോജക്റ്റിനെ കുറിച്ച്, കൃഷി വകുപ്പിന്റെ പ്രോജക്റ്റിനെ കുറിച്ച് പറഞ്ഞതും പഞ്ചായത്തിന് പുറമ്പോക്ക് കൃഷിക്കായി നമുക്ക് തന്നതും. വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ശേഖരിച്ച നല്ലയിനം വിത്തുകളും പലരിൽ നിന്നും ലഭിച്ച സാങ്കേതിക ഉപദേശവുമാണ് മെച്ചപ്പെട്ട വിളവിലേക്ക് നയിച്ചത്. സംസ്ഥാനത്ത് ആദ്യമായാണ് പോലീസ് സ്റ്റേഷനിൽ പച്ചക്കറി കൃഷി നടത്തുന്നത്. ആദ്യഘട്ടത്തിൽ കൃഷിയോട് താല്പര്യമുള്ള ഏതാനും പോലീസുകാർ മാത്രമായിരുന്നെങ്കിൽ പിന്നീടത് പോലീസ് സ്റ്റേഷൻ ഒന്നടങ്കം ഏറ്റെടുത്തു. കൃഷിവകുപ്പിന്റെ സഹായത്തോടെ ഡ്രിപ്പ് ഇറിഗേഷനും തുടങ്ങിയിട്ടുണ്ട്. കൂടുതൽ സ്ഥലത്തേക്ക് കൃഷി വ്യാപിപ്പിച്ച് മാതൃകാ കൃഷിത്തോട്ടമാക്കാനുള്ള ശ്രമത്തിലാണ് കാക്കിക്കുള്ളിലെ കർഷകർ. ന്യൂസ് 18 കുറത്തിക്കാട്. പാലക്കാട് കുഴൽമന്ദം കാളിമുത്തി ഭഗവതി ക്ഷേത്രത്തിലെ വിഷുവേലയ്ക്കിടെ ആനയിടഞ്ഞു. പാപ്പാനെ കുത്തി പരിക്കേൽപ്പിച്ച ആന നിരവധി വാഹനങ്ങളും വീടുകളുടെ മതിലുകളും തകർത്തു. കരിയാൻതൊടി ദേശത്തിന്റെ എഴുന്നള്ളിപ്പിനായി എത്തിച്ച വടക്കുംനാഥൻ ഗണേശ് എന്ന ആനയാണ് ഇടഞ്ഞത്. 1ാം പാപ്പാനായ രാജുവിനെ കുത്തിവീഴ്ത്തിയ ശേഷമാണ് ആന ഇടഞ്ഞോടിയത്. എഴുന്നള്ളത്തിനായി ക്ഷേത്രത്തിലേക്ക് കൊണ്ടുവരുന്നതിനിടെ ആന ഇടഞ്ഞ് പാപ്പാനെ തള്ളിയിടുകയായിരുന്നു. തുടർന്ന് റോഡിലൂടെ ഓടിയ ആന പാതയോരത്തെ മതിലുകൾ തകർത്തു. ദൈവമേ പോടാ. സമീപത്തെ മരങ്ങളും കുത്തിമറിച്ചിട്ടു. 2 വൈദ്യുതി പോസ്റ്റുകളും തകർത്തിട്ടുണ്ട്. 3 മണിക്കൂറിലേറെ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് ആനയെ തളയ്ക്കാനായത്. ന്യൂസ് 18 പാലക്കാട്. നാട്ടുവർത്തമാനം തുടരുന്നു. ഇരുളടഞ്ഞ് പൊന്മുടി ടൂറിസം പദ്ധതി. നവീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ച ക്വാർട്ടേഴ്സുകൾ വീണ്ടും കാട് കയറി മൂടി. ഹൈഡൽ ടൂറിസം പദ്ധതി പുനരാരംഭിക്കണമെന്ന ആവശ്യവുമായി നാട്ടുകാരും രംഗത്തെത്തി. ടൂറിസമാണ് കാർഷിക മേഖല പാടെ തകർന്ന ഇടുക്കി ഹൈറേഞ്ചിന്റെ ഏക പ്രതീക്ഷ. എന്നാൽ അധികൃതരുടെ അനാസ്ഥയിൽ പല പദ്ധതികളും ഇല്ലാതാകുന്ന അവസ്ഥയാണ് നിലവിലുള്ളത്. ഇടുക്കി ജില്ലയിൽ ഏറ്റവും അധികം വരുമാനം ലഭിച്ചിരുന്ന ഹൈഡൽ ടൂറിസം പദ്ധതിയായിരുന്നു പൊന്മുടി പദ്ധതി. 2 പഞ്ചായത്തുകൾ തമ്മിലുള്ള രാഷ്ട്രീയ പിടിവലിയിൽ പാതി വഴിയിലായി. പദ്ധതി പുനരാരംഭിക്കണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ രംഗത്തെത്തിയെങ്കിലും ഫലമുണ്ടായില്ല. നമ്മുടെ ഈ പൊന്മുടി മേഖല എന്തുകൊണ്ടും പ്രകൃതി രമണീയമായ ഒരു സ്ഥലമാണ്. പൊന്മുടി ഡാമും അതിൻ്റെ ചുറ്റുവട്ടമുള്ള പ്രദേശങ്ങളും. ഹൈഡൽ ടൂറിസമോ അതുപോലെ തന്നെ ടൂറിസം വകുപ്പിൻ്റെ ആളുകളോ ഇത് തിരിഞ്ഞു നോക്കാൻ തയ്യാറാകാതെ ഈ ഒരു പ്രതിസന്ധിക്ക് പരിഹാരം കാണാൻ അവർ ഒട്ടും താല്പര്യം കാണിക്കുന്നില്ല. മന്ത്രി എം മണി ഇടപെട്ട് രാജാക്കാട് പഞ്ചായത്തിന്റെ ഭാഗമായ പ്രദേശത്ത് പദ്ധതി പുനരാരംഭിക്കുന്നതിന് നടപടി സ്വീകരിച്ചു. KICBയുടെ ക്വാർട്ടേഴ്സുകൾ നവീകരിച്ച് വിനോദസഞ്ചാരികൾക്ക് വിശ്രമ കേന്ദ്രം ഒരുക്കുകയായിരുന്നു ലക്ഷ്യം. ഇതിനായി ക്വാർട്ടേഴ്സ് കെട്ടിടങ്ങൾ നവീകരിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചെങ്കിലും പാതി വഴിയിൽ നിലച്ചു. DTPCയും ഹൈഡൽ ടൂറിസം ഡിപ്പാർട്ട്മെന്റും ടൂറിസം പദ്ധതി നടപ്പിലാക്കുന്നതിന് സഹകരിക്കുന്നില്ലെന്ന പരാതിയുമുണ്ട്. പദ്ധതിക്കായുള്ള ഉപകരണങ്ങൾ KICBയുടെ കെട്ടിടത്തിൽ കൂട്ടിയിട്ടിരിക്കുകയാണ്. ബോട്ട്യാർഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വനം വകുപ്പ് സ്റ്റോപ്പ് മെമ്മോ നൽകിയതോടെ പദ്ധതി പൂർണ്ണമായി നിലച്ചു. KICBയുടെ സ്ഥലത്ത് നടത്തിയ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വനം വകുപ്പ് സ്റ്റോപ്പ് മെമ്മോ നൽകിയതിനെതിരെയും പ്രതിഷേധം ശക്തമാണ്. ന്യൂസ് 18 പൊന്മുടി.
ഭിന്നശേഷിക്കാരിയായ യുവതിക്ക് യുവാക്കളുടെ കൂട്ടായ്മയിൽ വീടൊരുങ്ങി. പാലക്കാട് തൃത്താല തിരുമറ്റിക്കോട് സ്വദേശി ഷൈനിക്കാണ് 4 വിദ്യാർത്ഥികളുടെ കൂട്ടായ്മയിൽ വീടായത്. തകർന്ന ഓലപ്പുരയിലായിരുന്നു ഓട്ടിസം ബാധിതയായ ഷൈനി ഇതുവരെ കഴിഞ്ഞിരുന്നത്. അച്ഛനും അമ്മയുമില്ലാത്ത ഷൈനിക്ക് ചെറിയമ്മ പുഷ്പയാണ് ആകെയുള്ള കൂട്ട്. ലൈഫ് പദ്ധതി പ്രകാരം വീട് വെച്ച് നൽകാൻ ഇവരുടെ വീടും തെരഞ്ഞെടുത്തിരുന്നെങ്കിലും റേഷൻ കാർഡില്ലാത്തതിനാൽ അവസാന നിമിഷം ഒഴിവാക്കപ്പെട്ടു. തുടർന്നാണ് 4 വിദ്യാർത്ഥികൾ ഷൈനിക്ക് അഭയമായി എത്തിയത്. ബിരുദ വിദ്യാർത്ഥികളായ MK മുഹമ്മദ് റാഫി, അജയ് ദേവ്, ശ്യാംചന്ദ്രൻ, റിച്ചുചന്ദ്രൻ എന്നിവർ കൈകോർത്തതോടെ ഷൈനിക്ക് സ്വന്തമായി വീടായി. പരിചയപ്പെട്ടു. അന്ന് തന്നെ ചെറിയൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു. അന്ന് ഒരുപാട് ആൾക്കാരിൽ നിന്ന് പിന്തുണ ലഭിച്ചു. അതിൻ്റെ ഇതായിട്ടാണ് ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് ചെറിയൊരു കമ്മിറ്റി ഉണ്ടാക്കി. അന്ന് ഇറങ്ങുമ്പോൾ ഞങ്ങൾക്കറിയില്ല ഇത്രയും വിജയിക്കുമോ, ഞങ്ങൾക്കൊന്നും പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. അന്നിറങ്ങുമ്പോൾ ഇവിടുത്തെ വാർഡ് മെമ്പർ ഉണ്ടായിരുന്ന ഷമ്മിത്താത്ത നല്ല സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 4 വർഷം മുമ്പാണ് ഷൈനിയുടെ ഈ ദുരവസ്ഥ ഇവർ അറിയുന്നത്. തുടർന്ന് അവർ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചാരണം നടത്തി. നിരവധി സുമനസ്സുകളാണ് സഹായവുമായി എത്തിയത്. 5 ലക്ഷത്തിലധികം രൂപയാണ് 4 സംഘത്തിന് സ്വരൂപിക്കാനായത്. 501 ചതുരശ്ര അടി വിസ്തീർണമുള്ള വീടാണ് ഷൈനിക്കായി ഒരുങ്ങിയത്. എല്ലാവരും വേണ്ടി വന്ന് ഞങ്ങൾക്ക് ഷൈനിക്ക് നല്ലൊരു വീട് വെച്ച് തരാൻ ആ പിള്ളേരൊക്കെ ആത്മാർത്ഥത കാണിച്ചു. നല്ലപോലെ ഞങ്ങളെ സഹായിച്ചു. നാട്ടുകാരും പല സംഘടനകളും എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടിയിട്ട് സ്കൂളുകൾ, കോളേജുകൾ, അങ്ങനെ പലയിടത്തുനിന്നും ഞങ്ങൾക്ക് സഹായം കിട്ടി. ഞങ്ങൾ സ്വപ്നം കാണാൻ പോലും പറ്റാത്ത രൂപത്തിൽ നല്ലൊരു വീട് ഇവരെല്ലാ പണികളും കഴിച്ചിട്ട് ഞങ്ങൾക്ക് ചെയ്തു തന്നു. വീടായെങ്കിലും മുന്നോട്ടുള്ള ജീവിതം ഇപ്പോഴും വെല്ലുവിളി നിറഞ്ഞതാണ്. ഷൈനിയുടെ പെൻഷനും നാട്ടുകാരും ബന്ധുക്കളും നൽകുന്ന സഹായവും കൊണ്ടാണ് ഇരുവരും ജീവിക്കുന്നത്. ന്യൂസ് 18 പട്ടാമ്പി. അടിമാലി ഗവൺമെന്റ് താലൂക്ക് ആശുപത്രി ഡയാലിസിസ് യൂണിറ്റ് ആരംഭിക്കണമെന്ന ആവശ്യമുയർന്നിട്ട് 1 പതിറ്റാണ്ട് പിന്നിട്ടിട്ടും തീരുമാനമായില്ല. ദേവികുളം നിയോജക മണ്ഡലത്തിൽ നിരവധി രോഗികൾ ഉണ്ടായിരുന്നിട്ടും ഈ ആവശ്യം അധികൃതർ പരിഗണിച്ചില്ല എന്നാണ് നാട്ടുകാരുടെ പരാതി. നാട്ടുവർത്തമാനം പൂർണ്ണമാവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം 9 മണി ഒറ്റനോട്ടത്തിൽ MG രേണുകയെത്തും. നമസ്കാരം.